KEAM സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ KTETന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ പോവേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അറിയുക, എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോവേണ്ടത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്കറിയാം, ഇപ്പം നമ്മുടെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു അല്ലേ. അപ്പോൾ ജൂൺ 1 റിസൾട്ട് വന്നത്, റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഇനി നമുക്ക് എന്താണ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. എല്ലാ PSC എക്സാമുകളിലും ഉള്ള പോലെ തന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, അതിനുശേഷം എന്തുണ്ട്? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ക്വാളിഫൈ ചെയ്തു, നമുക്കിനി എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് നമ്മുടെ വെരിഫൈ ചെയ്യണം അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒറിജിനലായിട്ട് നമ്മൾ പാസ്സായി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് പരീക്ഷാ ഭവൻ നമുക്ക് അനുവദിച്ച് തരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് എവിടെയായിരിക്കും ഈ വെരിഫിക്കേഷൻ നടക്കുക? എല്ലാ DO ഓഫീസുകളിൽ, അതായത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള DO ഓഫീസിലായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതറിയുക? കൂടുതലും എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത് അവർ പേപ്പറിൽ അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രസിദ്ധീകരണം എവിടെ കൊടുക്കും? ന്യൂസ് പേപ്പറുകളിൽ അവൈലബിൾ ആയിരിക്കും. ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഇന്ന വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ആ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എഴുതിയിട്ടുള്ള, ഒരു വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിലുള്ളവർക്ക് ആ ജില്ലയിലാണ് വെരിഫിക്കേഷന് പോവേണ്ടത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളാണ്. മേ ബി ചിലപ്പോൾ നമ്മളിപ്പോൾ പാലക്കാടുള്ള ആളാണെന്ന് വിചാരിക്കാം, പക്ഷെ നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് തൃശ്ശൂരിൽ പോയി അവിടെയാണ് പരീക്ഷാ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവേണ്ട വിദ്യാഭ്യാസ ജില്ലയുടെ DO ഓഫീസ് എവിടെയായിരിക്കും? തൃശ്ശൂരായിരിക്കും. അതായത് നമ്മൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് ആ DO ഓഫീസ്, അത് ഏത് DO ഓഫീസിന്റെ പരിധിയിലാണോ വരുന്നത് അവിടെയായിരിക്കും നമുക്ക് വെരിഫിക്കേഷന് പോവേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ DO ഓഫീസിലാണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. അത് ന്യൂസ് പേപ്പർ വഴിയായിരിക്കും അറിയാം. ഇനി നിങ്ങൾ ന്യൂസ് പേപ്പർ കിട്ടുന്നില്ല, പക്ഷെ നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ് അല്ലേ. ഇന്ന സ്ഥലത്ത് വെരിഫിക്കേഷൻ വന്നിട്ട് കുറേ ടെലഗ്രാം ഗ്രൂപ്പുകൾ അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അഥവാ നമുക്ക് അതും അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണോ നിങ്ങൾ വരുന്നത്, ഏത് പരീക്ഷാ കേന്ദ്രത്തിലാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്, ആ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള DO ഓഫീസിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. എപ്പോഴായിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എപ്പോഴാണ് നടത്താൻ സാധ്യത, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മളപ്പോൾ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ വെരിഫിക്കേഷന് പോകണം. അപ്പം നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം? വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ഹാൾ ടിക്കറ്റ് ഉണ്ടാവും അല്ലേ. അതിൽ അവിടെയുള്ള ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ഹാൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പ്ലസ് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മൾ ക്വാളിഫൈ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആ ഒരു പേപ്പർ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത പേപ്പർ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതണം. ഒന്ന്, നമ്മൾ അപേക്ഷിച്ച് നമുക്കൊരു ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അവർ അപേക്ഷാ ഫോം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഹാൾ ടിക്കറ്റ് വേണം, അവരതിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. ദെൻ അടുത്തത് എന്താണ് വേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ കരുതണം. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ SSLC മുതലുള്ള നമ്മളിപ്പോൾ ഏതാണോ പഠിച്ചിട്ടുള്ളത്, BEd ആണോ DEd ആണോ, അതായത് SSLC +2 ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉള്ളത്. ഇപ്പോൾ +2 DEd ഉള്ള ആളുകളാണെങ്കിൽ അതുവരെ ഉള്ളത്, അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ അതുവരെ ഉള്ളത്. ഇനി അതുവരെ ഉള്ളതിൻ്റെ എന്തൊക്കെ കൊണ്ടുപോകണം? എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോൾ ഡിഗ്രി എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ഫൈനൽ ഇയർ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഇതും തരും, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും തരും, പ്ലസ് നിങ്ങളുടെ ഒരു കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും കൂടിയാണ് തരിക അല്ലേ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ആ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 6 മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോയാൽ മതിയാവും. 6 മാസം വരെയാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിരിക്കണം. അതായത് യൂണിവേഴ്സിറ്റി ഏത് ബോർഡാണെങ്കിലും അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വാങ്ങി വെച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. SSLC, +2, നിങ്ങൾ DED ആണെങ്കിൽ അല്ലെങ്കിൽ അതായത് TTC ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, പ്ലസ് BEd ആണെങ്കിൽ BEd, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പ്ലസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പികൾ കൂടെ നിങ്ങൾ എടുത്ത് കൊണ്ടുപോകണം. കാരണം നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഫോം തരും. ആ ഫോമിൻ്റെ കൂടെ അവർ ഇത് ക്ലിപ്പ് ചെയ്ത് അവിടെ കൊടുക്കാൻ പറയും. അപ്പോൾ ഫോം നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്ത് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഫോം തരും. അതിൽ പറയുന്ന ഡീറ്റെയിൽസ് എഴുതി കൊടുത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോപ്പികളും നമ്മൾ അവിടെ കൊടുക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഇനി വേറെ കുറച്ച് സംശയങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കാറ്റഗറി 1ഉം 2ഉം എഴുതിയിട്ടുണ്ടാവും ചില ആളുകൾ. ചില ആൾക്കാർ 2ഉം 3ഉം എഴുതിയിട്ടുണ്ടാവും, ചിലവർ 3ഉം 4ഉം എഴുതിയിട്ടുണ്ടാവും, ചിലവർ 1ഉം 4ഉം, അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ള ആളുകൾ ഇത് രണ്ടും ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ എക്സാം എഴുതി, ഞാൻ കാറ്റഗറി 2ഉം 3ഉം അപ്ലൈ ചെയ്തു, ഞാൻ രണ്ടിലും പാസ്സായി. കേട്ടറ്റ് കാറ്റഗറി 2ഉം പാസ്സായി, ഞാൻ കേട്ടറ്റ് 3ഉം പാസ്സായിട്ടുണ്ട് കാറ്റഗറി. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും 2 പകർപ്പ് വീതം കൊണ്ടുപോകണം. ഈ SSLC, +2, ഡിഗ്രി നമ്മുടെ മാർക്ക് ലിസ്റ്റുകളിൽ നമ്മൾ കോപ്പീസ് എടുത്ത് വെക്കില്ലേ, ആ കോപ്പീസിൻ്റെ 2 സെറ്റ് നമ്മൾ കൊണ്ടുപോകണം. അതായത് കാറ്റഗറി 2ൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും, കാറ്റഗറി 3യുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മളെല്ലാം ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് അയക്കുക. കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ, 2 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ, ഇങ്ങനെയാണ് അവിടെ നിന്ന് അയക്കുക, പരീക്ഷാ ഭവനിലേക്ക് അയക്കുക. അപ്പോൾ ആ സമയത്ത് ഇത് എന്ത് വേണം? രണ്ടിനും സെപ്പറേറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എത്ര കാറ്റഗറി ആണോ എഴുതിയിട്ടുള്ളത്, എത്ര എണ്ണമാണോ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, അത്രയും സെറ്റ് കൊണ്ടുപോകണം. അപ്പോൾ പറഞ്ഞു, അപ്പോൾ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പ്ലസ് നിങ്ങൾ ഏതെങ്കിലും കാസ്റ്റ് റിസർവേഷൻ, ഇപ്പോൾ ജനറലുകാർക്ക് 90 മാർക്ക് വേണം, ആ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാസ്റ്റ് റിസർവേഷൻ കറക്റ്റ് 82 ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് ആ ഒരു കാസ്റ്റ് റിസർവേഷൻ കാരണം നിങ്ങൾ പാസ്സായി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10th സർട്ടിഫിക്കറ്റിൽ അതാണ് ബേസ് ചെയ്യുന്നത് എങ്കിലും അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒന്ന് DO ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുക. പ്ലസ് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ള കാര്യങ്ങൾ, അതായത് നോൺ ക്രിമിലിയർ, ഇപ്പോൾ PH ഉള്ള ആളുകൾ, അതുപോലെ SC ST, അങ്ങനെ കുറേ കാറ്റഗറീസ് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ കാസ്റ്റ് റിസർവേഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? ആ റിസർവേഷൻ അതിൻ്റെ നിങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം, ഹാജരാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് 10th സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി നമ്മുടെ കാസ്റ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ വിളിച്ച് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കരുതിക്കോളുക. അപ്പോൾ നമ്മൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. ഒന്ന് നമ്മുടെ ആ ഹോൾ ടിക്കറ്റ് വേണം, ദെൻ നമ്മുടെ പരീക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള അത് വേണം, റിസൾട്ട് വന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളത്, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ ഒറിജിനൽ, ദെൻ അതിൻ്റെയൊക്കെ കോപ്പീസും കയ്യിൽ വേണം. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ വേണ്ടേ? നിങ്ങൾ ഏതാണോ റിസർവേഷൻ കാറ്റഗറി അത് തെളിയിക്കുന്നത് അതിനുള്ള, അതായത് നിങ്ങളുടെ ഇപ്പം മാർക്ക് ഒരു 82 to 89 ഉള്ളിലാണെങ്കിലാണ് ഇതൊക്കെ വേണ്ടുള്ളൂ. ഇപ്പം നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 93, 95 അതിന് മുകളിൽ 90 എബോ മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ സർട്ടിഫിക്കറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം ജനറലുകാർക്ക് തന്നെ ക്വാളിഫൈ ചെയ്യാൻ 90 മാർക്ക് മതിയല്ലോ. അപ്പോൾ അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടത്. ഇനി അപ്പോൾ അവർ വെരിഫിക്കേഷൻ്റെ ടൈമിൽ അവിടെ പോകുന്നു, നമ്മൾ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിൽ പോയി കഴിയുമ്പോൾ അവരൊരു 10-15 മിനിറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റിലെ മാർക്കുകളെല്ലാം ഇതാക്കിയിരിക്കുന്നത് കറക്റ്റ് ആണോ, നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ എഡ്യൂക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അവർ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 10-20 മിനിറ്റ് നീളുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് വരും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ട് വരില്ല. സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും നമ്മൾ എവിടെ തന്നെ പോയി വാങ്ങണം? ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിൽ തന്നെ പോയി വാങ്ങണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അവർ പറയുന്നത് ഒരു മാസം കഴിയുമ്പോൾ
ആയിരിക്കും അവർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരാം. അതായത് പരീക്ഷാ ഭവനിൽ നിന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് തരാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ പേപ്പറുകളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ 1 മാസം എന്നുള്ളത് ആ ഒരു കോവിഡ് ടൈമൊക്കെ ആയ സമയത്ത് അതൊരു 3 മാസമൊക്കെ പിടിച്ചിരുന്നു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരാൻ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് കറക്റ്റ് ഏകദേശം ഒരു മാസം മുതൽ 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് DE ഓഫീസിൽ വിളിച്ച് ഒന്ന് ചോദിച്ചു നോക്കുക, എൻക്വയറി ചെയ്ത് നോക്കുക, സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ, എപ്പോഴാണ് വരിക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ച് നോക്കുക. അപ്പോൾ വരുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പോയി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടാവും ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ പറയുന്ന ആ ഒരു ഡേറ്റിന് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എഴുതിയിട്ടുള്ള ആളുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടാത്തുള്ള ആളുകൾ, ചിലപ്പോൾ നാട്ടിലിപ്പം ഇല്ലാത്ത ആളുകൾ, അങ്ങനെ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക, ഒറിജിനൽ കിട്ടുക, അപ്പോൾ അത് ഇല്ലാതെ ക്യാൻസൽ ആയി പോകുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. കാരണം അവർ ഒരു വീക്കിൽ തന്നെ അവർ 2-3 ദിവസം ഇതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പം നിങ്ങൾ വിളിച്ച് ചോദിക്കുക, ജസ്റ്റ് അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കുക, സാർ ഇങ്ങനെയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ല, അപ്പോൾ ഇത്രാം തീയതി, അതായത് നിങ്ങൾക്ക് എപ്പോൾ പോയാലും അവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിയുക. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് ചോദിച്ചോളാം. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലോ അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഡയറക്റ്റ് അവിടെ തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ എവിടെ നിന്നാണ് കിട്ടുക, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണോ ഉള്ളത് അവിടുത്തെ DE ഓഫീസിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തവർ, ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്, ഞാൻ ലാസ്റ്റ് ഇതിലാണ് എക്സാം എഴുതിയത്, അങ്ങനെ അതുപോലെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രൊവിഷണൽ റിസൾട്ട് വെയിറ്റിംഗ് ആണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതായത് റിസൾട്ട് വന്നു മാർക്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ അത് കഴിഞ്ഞു പോയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് അവർ ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക, അതായത് നിങ്ങളുടെ തന്നെ കാര്യങ്ങളായതുകൊണ്ട് നമ്മളൊന്ന് ഉറപ്പ് വരുത്തി വയ്ക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ 1 മാസം കഴിഞ്ഞ്, അപ്പോൾ അതായത് നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നേരിട്ട് പോയി കളക്ട് ചെയ്യുക. അവിടെ പോകുമ്പോൾ അവരത് സൈൻ ചെയ്ത് നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ കാറ്റഗറി 1 ഉം 2 ഒക്കെ പാസ്സായിട്ടുള്ള ആളുകൾക്ക് രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് തരുന്നതായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെരിഫിക്കേഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എങ്കിലും ചില ആളുകൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇത്രയാണ്. പിന്നെ നിങ്ങൾക്ക് അത് പേപ്പറിലൂടെയാണ് അവർ നമ്മളെ ഇൻഫോം ചെയ്യുന്നത്, പേപ്പറിൽ കൂടെ ആയിരിക്കും. അതുപോലെ അവർ ആ ഒരു വിജ്ഞാപനം സർക്കുലർ ഇറക്കുന്നതിൻ്റെ ഫോർമാറ്റുകളും പല ആളുകൾക്കും കിട്ടാറുണ്ട്. അതായത് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ, കാറ്റഗറി 1 ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എന്ന് പറഞ്ഞാൽ അവരൊരു സർക്കുലർ ഇറക്കാറുണ്ട്. അത് പ്രകാരം പേപ്പറിലും കൊടുക്കാറുണ്ട്. ഇനി അതൊന്നും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്, വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലയിലായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ടൊന്ന് വിളിച്ച് ചോദിച്ചോളാം. അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു തരും. നമ്മൾ സംശയം ചോദിക്കാനല്ലേ വിളിക്കുന്നത്, അപ്പോൾ അവർ പറഞ്ഞു തരും. അതിൽ പേടിച്ചിരിക്കേണ്ട, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക. അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക്, 1 മാസം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ വിളിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കുക എപ്പോഴാണ് വരിക. അതായത് അവർ പേപ്പറിൽ ഇൻഫോം ചെയ്യും നിങ്ങളെ. അപ്പം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. അപ്പോൾ അവർ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം എന്ന് പറഞ്ഞ് പേപ്പറിൽ തന്നെ ഇടാറുണ്ട്. പ്ലസ് നിങ്ങൾ അത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. അതുപോലെ നിങ്ങൾ ആ ഒരു ടൈം ആകുമ്പോൾ പോയിട്ട് കളക്ട് ചെയ്യാൻ ആ സമയത്ത് ഇവിടെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എപ്പോൾ പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇനി ചില ആളുകൾക്ക് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അവിടെ ഹാൾ ടിക്കറ്റിൽ അവർ സൈൻ ചെയ്ത് തരണം, ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത് തരണം. അത് തരാത്ത ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അത് വിട്ടുപോയിട്ടുള്ള ആളുകൾ ചില ആളുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതാൻ പോയത് ആ സ്കൂളിൽ പോയി അവിടെ HMനെ പ്രിൻസിപ്പൾ ആരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് അതോറിറ്റിയുടെ അവരുടെ നിന്ന് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, സൈൻ മേടിച്ചോളാം, അവർ തരുമായിരിക്കും. അപ്പം നിങ്ങൾ ഉറപ്പ് വരുത്തുക അവിടെ നിങ്ങൾ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ
ഒന്ന് ഉറപ്പ് വരുത്തിക്കോളുക. ഇത്രയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. 2 എണ്ണം പാസ്സായിട്ടുള്ള ആളുകൾ 2 സെറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ KETന്റെ ആണെങ്കിലും LPUPയുടെ ആണെങ്കിലും ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. താങ്ക്